പി സി ജോർജിൻ്റെ 6 മാസത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ജനുവരി 31-ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ബി.ജെ.പിയിലേക്ക് പ്രവേശിച്ച പി സി ജോർജിന് ബി.ജെ.പി സ്ഥാനങ്ങൾ നൽകുന്നു. ഇതിൻ്റെ ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്ന് തന്നെയാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഈ മാസം 19-ന് കൊച്ചിയിൽ നടക്കുന്ന പാർട്ടിയുടെ നേതൃയോഗത്തിലേക്ക് ഇതാദ്യമായി പി സി ജോർജിനെ ക്ഷണിച്ചിട്ടുണ്ട്. കേരള ജനപക്ഷം സെക്യുലർ പിരിച്ചുവിട്ട ശേഷം ബി.ജെ.പിയിൽ അംഗമായ പി സി ജോർജ് കഴിഞ്ഞ 6 മാസമായി ഔദ്യോഗിക സ്ഥാനങ്ങളില്ലാതെ പാർട്ടിയിൽ സാധാരണ അംഗമായി തുടരുകയായിരുന്നു. ഇതിനിടെ പത്തനംതിട്ട പാർലമെന്റ് ഇലക്ഷനിൽ പി സി ജോർജ് മത്സരിക്കും എന്ന് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട സീറ്റ് ബി.ജെ.പി നൽകുകയായിരുന്നു. ഇതോടെ ഏറെക്കുറെ പ്രതിരോധത്തിലായ പി സി ജോർജ് വാർത്താ സമ്മേളനങ്ങളിൽ അധികം പ്രത്യക്ഷപ്പെട്ടില്ല. തുടർന്ന് പാർട്ടി പ്രവർത്തനവും മറ്റ് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയ പി സി നീണ്ട കാത്തിരിപ്പിലായിരുന്നു. പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും പി സി ജോർജിനൊപ്പം ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചിരുന്നു. ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടെയാണ്. കാത്തിരുന്ന് മുഴിച്ചപ്പോൾ പലപ്പോഴും പി സി പ്രതികരിക്കും എന്ന പ്രതീക്ഷ ചില മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നുവെങ്കിലും പതിവ് രീതിയിൽ പൊട്ടിത്തെറിക്കാൻ പി സി ജോർജ് മുന്നോട്ട് വന്നില്ല. ബി.ജെ.പിയിൽ അംഗമായെങ്കിലും ആസ്ഥാന ജില്ലയായ കോട്ടയത്ത് പാർട്ടിയുടെ പരിപാടികളിലൊന്നും തന്നെ പി സി ജോർജിൻ്റെ സാന്നിധ്യമില്ലായി. ഇതിനിടെ കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് എതിരായി നടത്തിയ ചില പരാമർശങ്ങളും പി സി ജോർജിന് ചുറ്റും വിവാദം സൃഷ്ടിച്ചു. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൻ്റെ മോഹഭംഗം ഉണ്ടായിരുന്നുവെങ്കിലും അനിൽ ആന്റണിയും ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും പി സി ജോർജിനെ ഈരാറ്റുപേട്ടയിലുള്ള വസതിയിൽ സന്ദർശിച്ചതുകൂടി മഞ്ഞുരുകി. തുടർന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചാരണ രംഗത്ത് പി സി ജോർജ് സജീവമായി പങ്കെടുത്തു. മറ്റു ചില ജില്ലകളിലും ജോർജ് പ്രചരണത്തിന് പോയെങ്കിലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച കോട്ടയത്തെ മണ്ഡലങ്ങളിലൊന്നും തന്നെ പി സി എത്തിയില്ല. ബി.ജെ.പി അംഗമായി ചേർന്നപ്പോൾ പി സി ജോർജിന് ചില ഓഫറുകൾ നേതൃത്വം വെച്ചതായി വാർത്തകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പി സി ജോർജിനെ ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് ആദ്യം കേട്ടിരുന്നത്. തുടർന്ന് ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം എന്നായി. പക്ഷേ മീനച്ചിലാറ്റിലൂടെ വെള്ളം ഒഴുകിയതല്ലാതെ പ്രത്യേകിച്ച് പദവികളൊന്നും പി സി ജോർജിനെ തേടി വന്നില്ല. അങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് വളരെ യാദൃച്ഛികമായി പ്രകാശ് ജാവദേക്കറിൻ്റെ ഫോൺ പി സി ജോർജിനെ തേടി കഴിഞ്ഞ ദിവസം എത്തുന്നത്. ഓഗസ്റ്റ് 19-ന് കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിലേക്ക് പി സിയെ ക്ഷണിക്കുന്നതിനുള്ളതായിരുന്നു ആ യോഗം. തുടർന്ന് പാർട്ടി ആസ്ഥാനത്തു നിന്നും വിളിച്ച് പി സിയെ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ ചില എൻക്വയറികൾ പോലീസ് തലത്തിൽ ജോർജിന് വേണ്ടി തുടങ്ങിയിരുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. പാർട്ടി പദവികളാണോ അതോ സർക്കാർ പദവികളാണോ പി സി ജോർജിനെ തേടി വരുന്നത് എന്നാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഗവർണർ പദവി പോലെയോ ഉള്ള സ്ഥാനങ്ങളോ അതോ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവികളാണോ
ജോർജിനെ പോലെ ഒരു സീനിയർ നേതാവിനെ BJP നൽകുക എന്നാണ് അറിയാനുള്ളത്. ഏതായാലും BJPയിൽ ചേർന്ന ശേഷമുള്ള PC ജോർജിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. അത് എന്തായാലും സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനുമുള്ള മനോഭാവത്തിലാണ് PC ജോർജ്.